ഹലോ ഗായ്സ്, നമ്മൾ ചക്ക വേവിക്കാൻ പോവാണ്, അഥവാ ചക്കപ്പുഴുക്ക്. അപ്പോൾ മഴയൊക്കെ അല്ലേ, ചക്ക കിട്ടി, നമ്മൾ വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് തൊണ്ടൊക്കെ വെട്ടുന്ന കാണിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ ഒരു ഐഡിയ തോന്നിയില്ല. പിന്നെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് വീഡിയോ പിടിച്ച് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് നോക്കി തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ചക്ക വേവിക്കാൻ പോവാണ്. ചക്ക നമ്മളിതിൻ്റെ ഈ ചകിണി കളയണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുരു എടുത്ത് കളയണം. ഇതിനകത്ത് ഈ പാട എടുത്ത് കളയണം. ഇങ്ങനെ നമ്മളെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ അത് കുക്ക് ചെയ്ത് ഇങ്ങനെ ചകിണി കളഞ്ഞ കുറേ ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയെല്ലാം ചകിണി കളഞ്ഞിട്ട് ബാക്കി വീഡിയോ കാണിക്കാം. ഗായ്സ്, ഞാൻ ചക്ക എല്ലാം അടത്തി പറക്കി അരിയാൻ തുടങ്ങി. അടത്തി പറക്കി കഴിഞ്ഞുള്ള വീഡിയോ പിടിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്കൊരു കോള് വന്നു. അങ്ങനെ ഞാൻ അടത്തി പറക്കി അരിയാൻ തുടങ്ങി. നമുക്ക് അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ്, ചക്ക എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് വേവിക്കാൻ പോകുന്നതിന് മുന്നേ ഇതിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും ചക്കയും കൂടെ അടുപ്പയിൽ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. ചക്കയിൽ ഇടാനായിട്ട് ഞാൻ കുറച്ച് കാന്താരി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഒരു മുറി തേങ്ങ, അതിൻ്റെ കുറച്ച് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ചക്ക ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്ത്. അപ്പോൾ ഇത് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ചക്കയ്ക്കുള്ള അരപ്പ് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചക്ക വെന്തോ എന്ന് നോക്കിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അരപ്പൊന്നിടാൻ വേണ്ടി ചക്കയുടെ നടുക്കൊരു കുഴി ഒഴിച്ചിട്ടുണ്ട്. ക്യാമറയിൽ ആവി തരാം. ചക്കയുടെ നമ്മൾ അരപ്പ് നോക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊത്തി വയ്ക്കാം. അത് ക്യാമറയിൽ ആവി തട്ടുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്ര വെച്ചിട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പെല്ലാം ഒന്ന് പൊത്തി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. ചക്ക അങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കുഴയ്ക്കണം. ഇതിൻ്റെ ക്യാമറ ഞാൻ തന്നെ വീഡിയോ പിടിച്ച് കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് ചക്കയിൽ ആവി തട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ക്യാമറ ഇടയ്ക്ക് വീഡിയോ വാങ്ങുന്നത്. അപ്പോൾ ഇനി ഇളക്കിയിട്ട് നമുക്ക് ചക്ക ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ചക്ക കുഴച്ചു റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് നോക്കാം. ഞാൻ വേവിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ കല്യാണിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ കല്യാണം കഴിക്കാൻ തുടങ്ങുകയാണ്. ചൂടുണ്ടോ? നല്ല ചൂട. എടുത്ത കൂടി ഒന്ന് കഴിച്ച് എടുക്കാൻ പറ്റുന്നില്ല. കൂട്ടാനൊന്നും വേണ്ട. എന്നാലും മധുരമുള്ളതൊക്കെ അല്ലേ, ശകലം ഇച്ചിരി വിളവ് കൂടിപ്പോയി. അതിന് കൊള്ളാക്കട്ടോ. അതുകൊണ്ട് കൂട്ടാനില്ലാതെ കഴിക്കാൻ തന്നെ ടേസ്റ്റ്, മധുരമുള്ളതുകൊണ്ട്. അപ്പോൾ കഴിച്ച് ഇത്ര ചക്ക വീടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്.